ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയും പുറത്താരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവരെയൊക്കെ ക്ഷണിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട്. റോയൽ ഗ്രൂപ്പ്, റോയൽ എന്ന് പറഞ്ഞാൽ രാജകീയമാണ്. നിങ്ങൾ രാജകീയ പ്രൗഢിയോടുകൂടി തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ആണോ? അതെ. മലയാളികളുടെ എല്ലാ ആഘോഷവും എല്ലാ ഐശ്വര്യവും രണ്ട് വാക്കിൽ നമുക്ക് ഒതുക്കാം. അതാണ് ഓണം, അല്ലേ? ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലാണെങ്കിലും മലയാളി എവിടെയുണ്ടോ അവർ ഓണം ആഘോഷിച്ചിരിക്കും. ചിങ്ങപ്പുലരിയുടെ സന്തോഷവും സമൃദ്ധിയും ആഘോഷവും ഒക്കെ ഇന്നത്തെ ദിവസം ഈ തിരുവോണ നാളില് നിങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഞാനൊരു ഭാഗ്യവതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ചെറിയൊരു ഇൻട്രഡക്ഷൻ ഇത്രയും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയണല്ലോ. എൻ്റെ പേര് റീന. നിങ്ങളുടെ തിയേറ്റർ ടീമിന്റെ അഭിമാനമായ ജിപ്സന്റെ സുഹൃത്താണ്. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഒരു യൂട്യൂബറാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ റീനാസ് ഒഫീഷ്യൽ എന്നൊരു പേജിൽ നിങ്ങൾക്ക് എന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ. നമ്മളുടെ ഇന്നത്തെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് വിവിധ ഇനം കലാപരിപാടികള്, വിവിധ ഇനം മത്സരങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ വിഭവസമൃദ്ധമായ ഓണസദ്യ, ഇതെല്ലാം നിറഞ്ഞതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിലും ഈ ഒരു ഓണം 2024 റോയലിന്റെ ഓണാഘോഷം എന്ന് പറയുന്നത് രാജകീയമായിരിക്കണം, അല്ലേ? അതിന് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കൈയടിക്കേണ്ടോടത്ത് കൈയടിക്കോ, ആർപ്പ് വിളിക്കേണ്ടോടത്ത് ആർപ്പ് വിളിച്ചോണം. ആർപ്പോ ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെയായിരിക്കണം നമ്മളുടെ പ്രോഗ്രാമിന്റെ തുടക്കം തുടങ്ങി അവസാനം വരെ നിങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഒക്കെ നിറഞ്ഞ നല്ലൊരു തിരുവോണം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു ഓണ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് കൈയടിച്ചേ. അപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് ഒരു കമ്മിറ്റി മെമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഓണമല്ലേ, അല്ലേ? അപ്പോ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വിജി ചേച്ചി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ചേച്ചിയെ ഒന്ന് സ്വാഗതം ചെയ്യാം. തന്റെ മേഖലയിൽ തന്റേതായ ഒരു കൈയ്യടിപ്പ് പതിപ്പിച്ച സേവന മേഖലയിലെ ഏറ്റവും നല്ല രീതിയിൽ മലയാളികൾക്ക് അഭിമാനമായി മാറിയ വിജി ചേച്ചി വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തന്റെ മേഖലയിൽ സോഷ്യൽ വർക്കറായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായി പ്രൊഫഷണൽ ഓഫീസറായിട്ട് ബെൽഫാസ്റ്റിന്റെ ഒരു ഭാഗമായി മാറിയ ബിജി ചേച്ചിക്ക് നല്ലൊരു പേര് കൊടുത്തു. ചേച്ചിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ മലയാളികൾ ചേച്ചിയെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നു. ചേച്ചി ഞങ്ങൾക്കൊരു മാതൃകയായി മാറട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗം ആശംസിക്കാനായിട്ട് ജിഗുവിനെ ക്ഷണിക്കുകയാണ്. അടിപൊളി മാവേലി അല്ലേ? നമ്മുടെ മാവേലി പുലിയാണല്ലേ? അപ്പൊ പ്രജകളെ കാണാനായിട്ട് വന്ന് നമുക്ക് നല്ലൊരു സന്ദേശം തന്ന മാവേലിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. അപ്പോൾ നമ്മളുടെ ഒരു പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് 5 തിരികളിട്ട് ഒരു വിളക്ക് കത്തിച്ച് തുടങ്ങാൻ ഒരു ഐശ്വര്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഉദ്ഘാടന ചടങ്ങിലേക്ക് വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുകയാണ്. ബിജി ചേച്ചി, മാവേലി, അതുപോലെ മാവേലി തമ്പുരാനും കൂടെ ജിക്കു, അതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ ഒന്ന് മുന്നോട്ട് കടന്നു വന്ന് നമുക്ക് തിരി തെളിക്കാം. ഐശ്വര്യവും സമൃദ്ധിയുമായി മറ്റൊരു തിരുവോണം നമ്മൾ ആഘോഷിക്കുകയാണ്. റോയൽ ഗ്രൂപ്പിന്റെ ഈ തിരുവോണ നാളില് മാവേലി തമ്പുരാനും വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാം. റോയൽ ഗ്രൂപ്പിന്റെ രാജകീയമായ ഈ ഓണാഘോഷ പരിപാടിയുടെ നമ്മുടെ കലാപരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്.
തിരുവോണം, അതിന്റെ ഒപ്പം തന്നെ തിരുവാതിര. എന്തൊരു നല്ല കോമ്പിനേഷൻ അല്ലേ? തിരുവാതിര ഇല്ലാതെ എന്തോണം? സുന്ദരിമണികളുടെ കൈകൊട്ടുകളും ചടുല നൃത്തങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് നല്ലൊരു തിരുവാതിര നമുക്ക് ആസ്വദിക്കാം. ഏറ്റവും സ്നേഹത്തോടെ റോയൽ ഗ്രൂപ്പിന്റെ സുന്ദരിമണികളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോ കടന്നു വരും. അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു സെൽഫി ഒക്കെ എടുക്കാം. മാവേലി തമ്പുരാനെ പ്രജകളുടെ ഇടയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രജകൾക്ക് കടന്നു വരാം. ഇതൊരു സുവർണ അവസരമാണ്. നിങ്ങൾക്ക് മാവേലിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ, സ്റ്റാറ്റസ് ഇടാനും റീൽസ് ഇടാനും ഒക്കെ ഒരു സമയമാണ്. കയറി വരാം. ിലേക്കാണ് നമ്മുടെ കലാകാരികൾ കടന്നു വരുന്നത്. ഈ ഒരു ഫാമിലിയില് നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങൾ എല്ലാവരും മാക്സിമം സഹകരിക്കുക. ഇതൊരു ആഘോഷമാണ് അല്ലെ? ഓണം എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ കുടുംബമാണ്, വലിയ ഒരു അസോസിയേഷനോ ഒരു സംഘടനയുടെ ഒന്നുമല്ല. നിങ്ങളുടെ റോയൽ ഫാമിലിയുടെ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൈ കെട്ടി കസേരയിൽ ഇരുന്ന് വെറും കാഴ്ചക്കാരായി നിങ്ങൾ മാറരുത്. നിങ്ങൾ ഇതിനോട് എത്രത്തോളം സഹകരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ നമ്മൾ നേഴ്സസ് ആണ്, ഡൊപ്പാമിന്റെ അളവ് കൂടട്ടെ. ഹോർമോൺ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഹോർമോൺ ഡൊപ്പാമിനാണ് നമുക്കറിയാം. അപ്പൊ ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഇച്ചിരി ഡൊപ്പാമിന്റെ അളവ് കൂടി നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ പോട്ടെ അല്ലേ? അപ്പൊ കൈ കെട്ടി നിന്ന് ഇങ്ങനെ കാഴ്ചക്കാരായി നിൽക്കരുത്. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷം ഈ കുടുംബത്തിന്റെ ഭാഗമായി മാറുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കൈയടിക്കണം. നിങ്ങൾക്ക് കൂവാന്നറിയാവോ? അറിയാവോ? അപ്പൊ കൂവിക്കണം. അത്ര തന്നെ നല്ല രീതിയിൽ കൂവിയും കൈയടിച്ചും നിങ്ങൾ ഇതിനെ ഏറ്റവും മാക്സിമം അടിപൊളിയാക്കി തീർക്കണം. അപ്പോൾ നല്ലൊരു സംഗീത വിരുന്നുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ഭാവന ആൻഡ് ടീമാണ്. റോയൽ ഗ്രൂപ്പിന്റെ സംഗീത വിരുന്നിലേക്ക് ഭാവനയെയും ടീമിനെയും സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു ഓണപ്പാട്ടായിരുന്നു അല്ലേ? നല്ല താളവും രാഗവും എല്ലാം ചേർന്ന് നല്ല മിടുക്കിക്കൊണ്ടു. അപ്പോ അടുത്തതായിട്ട് നല്ലൊരു നൃത്ത കലാരൂപവുമായിട്ട് റോയലിന്റെ സുന്ദരിമണികൾ കടന്നു വരികയാണ്. ആഷ്ന ആൻറ്റി തകർത്തു. ആഷ്നയ്ക്ക് ടീമിന് നല്ലൊരു കൈയടി. സൂപ്പർ. അടുത്തതായിട്ട് നാടൻ പാട്ടിന്റെ ഈരടികളുമായി നമ്മളെ ത്രസിപ്പിക്കാൻ എത്തുന്നു ഇമ്മാനുവേൽ ആന്റണി. ഇമ്മാനുവേലിന് നല്ലൊരു കൈയടി. കൊച്ചു കലാകാരനാണ് അവൻ, വളർന്നു വരുന്നത്. നല്ല പുഞ്ചിരിയോടുകൂടി എത്ര മനോഹരമായിട്ടാണ് അവൻ പാടിയത്. അടുത്തതായിട്ട് തിയേറ്റർ ടീമിന്റെ അഭിമാനമായ ജിൻസൺ ആൻഡ് ടീമിന്റെ മറ്റൊരു ഗാനമാണ്. ജിൻസനെയും കൂട്ടുകാരനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചുവടുകൾ കാണാൻ നമുക്കൊരു അവസരം തന്ന ജിൻസനും ഗിരീഷിനും നല്ലൊരു കൈയടി. ഇങ്ങനെ വേണം അല്ലേ? ഓണം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് വളരെ എനർജറ്റിക് ടീമാണ് അല്ലെ? നല്ലൊരു എനർജറ്റിക് ടീമാണ് നിങ്ങൾക്കുള്ളത്. എന്താ പറയാ, ഇത്രയും നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെയുള്ള റോയൽ ടീമിന് അഭിമാനിക്കാം. അപ്പോ അടുത്തതായിട്ട് നല്ലൊരു സംഗീത വിരുന്നുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് നിറ്റു ആൻഡ് ഗിരീഷാണ്. നല്ലൊരു സംഗീത വിരുന്ന് നമുക്ക് ആസ്വദിക്കാം. അവരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു എനർജറ്റിക് പാട്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോ പിന്നാമ്പുറത്തെ കലാകാരൻ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും അല്ലെ? നമ്മളുടെ ഈ ഒരു പരിപാടിയുടെ വളരെ നല്ല രീതിയിൽ സജീവമായി സഹകരിക്കുകയും അതോടൊപ്പം തന്നെ നല്ലൊരു കലാകാരനാണെന്നും കൂടി അദ്ദേഹം തെളിയിച്ചു. ജോഷിക്ക് നല്ലൊരു കൈയടി.
അപേക്ഷിക്കുകയാണ്. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. ചുരുങ്ങിയാണ് ഫസ്റ്റ് സെക്കൻഡ് ആര് അടിക്കുമെന്ന് നമുക്കിപ്പോ അറിയാം. ഇതിൽ ആര് കൊണ്ടുപോകും എന്ന് നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കും. തുടങ്ങാം. യെസ്, ഓക്കെ. അങ്ങനെ വിവിധയിനം മത്സരങ്ങളിലൂടെയും കലാവിരുന്നിലൂടെയൊക്കെ തിരുവോണം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയായിട്ട് ഒരു പവർഫുൾ ടീമായിട്ടാണ് റോയൽ ടീം അത് ആസ്വദിച്ചത്. പറയാതിരിക്കാൻ വയ്യാത്ത ഒരു പെർഫോമൻസ്. അങ്ങനെ തിരുവോണ നാളിൽ ഒരു എനർജറ്റിക് ടീമിൻ്റെ കൂടെ ആഘോഷിക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം നമ്മളൊരു ആങ്കറായിട്ട് നിൽക്കുമ്പോൾ ഓഡിയൻസിൻ്റെ പെർഫോമൻസാണ് ഒരു ആങ്കറെ കൂടുതൽ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ടീം ഒരു പൊളി ടീമായിരുന്നു തന്നെ പറയേണ്ടി വരും. ഒരു നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതിനനുസരിച്ച് നല്ല റെസ്പോൺസ് തരിക, അങ്ങനെ ഒരു എല്ലാം കൊണ്ടും ഒരു അടിപൊളി ടീമായിരുന്നു. നല്ല രീതിയിൽ ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു ഇത്തവണത്തെ തിരുവോണം എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു ഇവരുടെ ഓണം.